എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കണത് എന്റെ മുന്തിരിപ്പേരയുടെ അടുത്താണ്. അപ്പൊ മുന്തിരിപ്പേരാന്ന് പേര് വരാനുള്ള കാരണം ഇത് കണ്ടില്ലേ, ഇത് മുന്തിരി പോലെ കൊലകളായിട്ടാണ് കായ്ക്കണത്. മുന്തിരി പോലെ തന്നെ മുന്തിരിയുടെ അത്രയും ഉള്ള പേരക്കകളാണ്, പിന്നെ പുളി കലർന്ന മധുരമുള്ള പേരക്കകളാണ്. കണ്ട, അപ്പൊ ഇതേപോലെ കൊമ്പ് വന്നിട്ട് ഇതേപോലെ നിറച്ച് കായ ഉണ്ടാവും ഇതുമേല്. സാധാരണ പേരക്ക പോലെ അല്ല, കണ്ട എപ്പോഴും കായായിരിക്കുള്ളൂ. അപ്പൊ ഇതിൽ കണ്ട ചെറിയ കായകളുണ്ട്, വലിയ കായകളുണ്ട്, പഴുത്ത കായകളുണ്ട്. പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് താഴേക്ക് വീഴുകയും ചെയ്യും. അപ്പൊ നമുക്കിത് അധികം വലിയ സ്ഥലമൊന്നും വേണ്ട, നമുക്ക് ഡ്രമ്മിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയ പേരൊക്കെയാണ് ഈ മുന്തിരിപ്പേരാന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഈ സ്ഥലം കുറവ് മതി, പിന്നെ നമുക്ക് ബക്കറ്റിനും ഡ്രമ്മിലൊക്കെ വളർത്താം. ഇതിന്റെ ഇലകള് നമ്മുടെ സാധാരണ പേരകളുടെ ഇല പോലെയല്ല, ഇലകൾക്കൊക്കെ വ്യത്യാസമുണ്ട്. കണ്ട, ഒരു അല്പം വീതിയുള്ള ഇലകളാണ്. പേരക്കയും ഉണ്ടായിക്കണ്ടില്ലേ, ഇതേപോലെ കൊമ്പിന്റെ ഒരേ ഇലകളുടെ ഇടയിലാണ് ഇങ്ങനെ കൊലകളായി കായ്ച്ചേക്കണത്. അപ്പൊ ഇതിപ്പോ നട്ടിട്ട് ഒരു 1.5 വർഷമായിട്ടുള്ളോട്ട് ഈ പേര തൈ നട്ടിട്ട്. അപ്പൊ നടുമ്പോ തുടങ്ങി നമുക്ക് പേരക്ക് കിട്ടണ ഒരു പേരാണ് മുന്തിരിപ്പേരാന്ന് പറഞ്ഞ. കണ്ട, അപ്പൊ ഒരു കൊലയിൽ തന്നെ ഇത് ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. കണ്ട, നിങ്ങൾ കണ്ടില്ലേ, ഈ കൊലകളിൽ തന്നെ ഇതിൽ പഴുത്തേക്കണ പേരക്കയും ഉണ്ട്, ചെറിയ പേരക്കയും ഉണ്ട്, വലിയ പേരക്കൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് പഴുക്കണതനുസരിച്ച് നമുക്ക് പറിച്ചെടുക്കാം. പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും ജാം ഉണ്ടാക്കാനും വെറുതെ കഴിക്കാനൊക്കെ നല്ലതാണ് ഈ പേരക്ക. അപ്പൊ പിന്നെ പച്ചനെയും ഇതിന് നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കാൻ. ഒരു ഇളം പഴുപ്പിലും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ഈ പേരക്ക കഴിക്കാനായിട്ട്. അപ്പൊ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ ഏറ്റവും നല്ലൊരു പേരക്കയാണ്. കണ്ട, ഇതേപോലെയാണ് ഇത് ഉണ്ടായി വരുമ്പോ ഈ കായ്ച്ച് കിടക്കണത്. അപ്പൊ ഞാനിവിടെ ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വർഷത്തിൽ ഒരു 3 പ്രാവശ്യം നമ്മ ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ വളം കൊടുക്കുമല്ലോ. അപ്പൊ 3 പ്രാവശ്യം വളം ഇട്ട് കൊടുക്കും. അപ്പൊ വളം കൊടുക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിവളോ ആട്ടുംകാഷ്ടം എന്തെങ്കിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കണത്. പിന്നെ 2 പ്രാവശ്യം നമ്മ കുമ്മായി ഇട്ട് കൊടുക്കും മണ്ണില്. അപ്പൊ അതേപോലെ നമ്മ പരിചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പേരക്ക നമുക്ക് ഡെയിലി പേരക്ക പറിക്കാം. ഈ മുന്തിരിപ്പേര നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ വീട്ടില് വെച്ചു പിടിപ്പിക്കേണ്ട ഒരു പേരക്ക തന്നെയാണ് മുന്തിരിപ്പേര. നമ്മുടെ കാലാവസ്ഥക്ക് യോജിച്ച ഒരു പേരക്കയാണ്. നമ്മൾ സാധാരണ എല്ലാ പേരകളും നമ്മുടെ നാട്ടിൽ ഇതേപോലെ കായ്ക്കൂല, പക്ഷെ മുന്തിരിപ്പേര നമ്മുടെ നാട്ടിൽ കായ്ക്കണതാണ്. അപ്പൊ നമ്മുടെ വീട്ടില് നമുക്ക് ഇതിന്റെ തൈക്കളൊക്കെ നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു മുന്തിരിപ്പേര വെച്ചു പിടിപ്പിക്കാൻ എപ്പോഴും നല്ലതാണ്, നമുക്ക് എപ്പോഴും പേരക്ക കഴിക്കുകയും ചെയ്യാം. അപ്പൊ ഇത് വേറൊരു മുന്തിരിപ്പേരയാണ്. കണ്ട, ഇതും നന്നായിട്ട് തന്നെ കായ്ച്ചിട്ടുണ്ട്. കണ്ട, ഇത് പേരക്ക കായ്ച്ചെടുക്കണ കണ്ടില്ലേ, ഈ തണ്ടുമലൊക്കെ നിറച്ച് പേരക്കകളാണ്. കണ്ട, അത്യാവശ്യം നല്ല വലിപ്പമുള്ള പേരക്ക ഉണ്ടാ. ഇതണ്ട, ഇത്രയൊക്കെയുള്ള പേരക്കകളാണ്, പഴുത്തഴിയുമ്പോ ഇത്രയൊക്കെയുള്ള പേരക്കകളാണ്. അപ്പൊ നമുക്ക് തൈ മേടിച്ചു കഴിഞ്ഞാൽ നടേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് അടിയിൽ എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്കൊക്കെ ഇട്ടിട്ട് നമ്മ നട്ടുകൊടുക്കുക. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണോട്ടെ മുന്തിരിപ്പേര നടാനായിട്ട്, എങ്കിൽ മാത്രമേ ഇതേപോലെ കായ്ക്കൊള്ളു. കണ്ട, ഇതാണ് ഇതിന്റെ പൂക്കള്. ഇതിന്റെ മൊട്ടുകളൊക്കെ കണ്ടില്ലേ, ഇതാണ് പൂക്കളും മൊട്ടുകളും. അപ്പൊ നമുക്ക് വർഷം മുഴുവനും പേരക്ക കിട്ടും. ഒരു പേര നമ്മ മേടിച്ചു വെച്ച് കഴിഞ്ഞാല് ഇതേപോലെയാണ് ഇത് കായ്ച്ചെടുക്കണത്. ഇതേപോലെയാണ് ഇതിന്റെ തൈ. കണ്ട, ഇതിന്റെ കൂമ്പലകൾ കണ്ടില്ലേ, നമ്മുടെ ഇതിന്റെ തണ്ടുകൾ കണ്ട, ഇതിന്റെ കൂമ്പലകളൊക്കെ ഇങ്ങനെ റെഡ് കളറായിരിക്കുള്ളൂ. കണ്ട, പിന്നെ ഈ ഒരേ കൂമ്പ് വരുമ്പോഴും അതിന്റെ ഇടയിലൊക്കെ പൂവും കായൊക്കെ ആയിരിക്കുള്ളൂ. പിന്നെ നമുക്കിത് പ്രൂൺ ചെയ്ത് കൊടുക്കാട്ടെ. ഇപ്പൊ പേരൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോ നമുക്കിത് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുതിയ ശാഖകൾ വരും, അതിലൊക്കെ നിറച്ച് പേരൊക്കെ ആയിരിക്കുള്ളൂ. അപ്പൊ നമുക്കിത് ഒതുക്കി വളർത്തി നമുക്ക് ചട്ടിയിലും അതേപോലെ ഗ്രോ ബാഗിലും ഒക്കെ നടാൻ പറ്റിയ പേരൊക്കെയാണ്. അപ്പൊ നമുക്ക് മുന്തിരിപ്പേര കുറച്ച് വിളവെടുക്കാം. അപ്പൊ കണ്ട, ഇതൊക്കെ നമുക്ക് വിളവെടുക്കാനായിട്ട് ആയതാണ്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ കണ്ട ഇതേപോലെ നിലത്തേക്ക് വീണ് കിടക്കോട്ടാ. അപ്പൊ പഴുത്തത് തനിയെ ഇടന്ന് ഇങ്ങനെ വീണോണ്ടിരിക്കും. പിന്നെ നമുക്ക് ഇതൊക്കെ മൂത്തത് തന്നെയാണ്. കണ്ട, ഇതൊക്കെ മൂത്ത പേരക്കകളാണ്. അപ്പൊ നമുക്കിത് ആവശ്യത്തിന് നമുക്ക് വിളവെടുത്താൽ മതി. ഇതേപോലെ താഴെ തന്നെ കിടക്കണാണ്, നമുക്ക് വിളവെടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ തരം പേരക്കകളൊക്കെ നമുക്ക് വെറുതെ കഴിക്കാനും പിന്നെ ഉപ്പിലൊക്കെ ഇട്ട് കഴിക്കാട്ടോ. നമുക്ക് ചമ്മന്തി അരക്കാനൊക്കെ നല്ലതാണ്. ഇതൊരു പുളി ഉള്ള ഇതിന്. അപ്പം നമുക്ക് അങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു പേരക്കയാണ് ഇത്. സാധാ പേരക്ക പോലെയല്ല, നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പറ്റി. ഇതൊക്കെ നമുക്ക് മൂത്തെടുക്കണ പേര. നമുക്ക് കാണുമ്പോൾ വിചാരിക്കും ഇതൊന്നും
മൂത്തട്ടില്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് പറിച്ചിട്ട് നമുക്ക് വെറുതെ കഴിക്കാനൊക്കെ പറ്റും. നമ്മുടെ വീട്ടില് നമുക്ക് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇല്ലേ കുരു പാകി മുളപ്പിച്ചിട്ടും നമുക്ക് തൈകൾ ഉണ്ടാക്കാട്ടോ. അപ്പൊ കുരു പാകി മുളപ്പിച്ചാൽ നമുക്ക് ഒരുപാട് തൈകൾ കിട്ടും. അപ്പൊ കുരു പാകി മുളപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കത് ഒരുപാട് നാള് നിൽക്കുകയും ചെയ്യും, പെട്ടെന്ന് തന്നെ കായ ഉണ്ടാവുകയും ചെയ്യും. കണ്ട ഇതിന്റെ ഉൾവശമൊക്കെ കണ്ടില്ലേ, നിറച്ച് കുരുവാണ്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലൊരു പുളി കലർന്ന നല്ലൊരു മധുരമാണ്. നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതേപോലെ അതുപോലെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ അല്ല കേട്ടോ. അതുപോലെ നമുക്ക് ഈ പച്ച ഉണ്ടോ, നമുക്ക് ഈ പച്ചയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വേണ്ട പച്ചയുടെ ഉൾഭാഗവും ഇതേപോലെ തന്നെയാണ് ഇരിക്കണത്. ഈ പാകത്തിൽ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത്. അപ്പൊ ഒരുവിധം മൂപ്പാകുമ്പോഴത്തോടെ നമുക്കിത് പറിച്ച് കഴിച്ചുകൊണ്ടേ ഇരിക്കാം. അപ്പൊ നമുക്ക് ഈ പേരേന്ന് നമുക്ക് വിളവെടുക്കാം. അപ്പം ഇത് ഞങ്ങൾ ഡെയിലി ഇഷ്ടം പോലെ വിളവെടുക്കണതാണ് കേട്ടാ. അപ്പൊ നമുക്ക് മുന്തിരിപ്പേര വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി പേരൊക്കെ കഴിക്കാം. അപ്പൊ എല്ലാവരും മുന്തിരിപ്പേരയുടെ തൈകളൊക്കെ മേടിച്ച് നടണം. നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയൊരു പേരയാണ്. നമുക്ക് അത്ര വലിയൊരു പരിചരണം ഒന്നും കൊടുക്കാണ്ട് തന്നെ വളരണതും ഡെയിലി പേരൊക്കെ കിട്ടണതൊക്കെയാണ്. അപ്പൊ ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.